വട്ടിപ്പലിശക്കാർ നിരന്തരം ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് കൊച്ചി പറവൂരിൽ വീട്ടമ്മ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തതെന്ന് യുവതിയുടെ കുടുംബം. ഇന്നലെ ഉച്ചയോടെയാണ് വീടിന് സമീപത്തെ പുഴയിൽ ചാടി ആശാ ബെന്നി എന്ന 42-കാരി ജീവനൊടുക്കിയത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയും അയൽവാസിയുമായ ബിന്ദു അമിത പലിശ ഈടാക്കുകയും വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്തതിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തതെന്ന് സൂചിപ്പിക്കുന്ന കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുതലും പലിശയും തിരിച്ചടച്ചിട്ടും പലിശക്കാർ ഭീഷണി തുടർന്നുവെന്ന് ആശയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ആശയെ ഇവർ നിരന്തരം ഭീഷണിപ്പെടുത്തിയതെന്ന് കുടുംബം വെളിപ്പെടുത്തുന്നു. അതേസമയം ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയതിന് നടപടി നേരിട്ടയാളാണെന്നും വിവരം ലഭിക്കുന്നുണ്ട്. വരാപ്പുഴ ഉരുട്ടിക്കൊലക്കേസിൽ കൈക്കൂലി വാങ്ങിയതിനാണ് പ്രദീപ് കുമാർ നടപടി നേരിട്ടത്. 2018-ൽ പറവൂർ സിഐയുടെ ഡ്രൈവറായിരുന്ന പ്രദീപിനെ കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. പ്രദീപ് അന്ന് സസ്പെൻഷനിലുമായിരുന്നു. ആശ ഇവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയ 10 ലക്ഷം രൂപയ്ക്ക് പകരമായി 30 ലക്ഷത്തോളം രൂപ തിരികെ നൽകിയിട്ടും വീണ്ടും പണം ആവശ്യപ്പെട്ട് ബിന്ദുവും ഭർത്താവ് പ്രദീപും ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. പറവൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും ബിന്ദുവിൽ നിന്നും ഭർത്താവിൽ നിന്നും ഭീഷണി ഉണ്ടായിട്ടും പോലീസ് ഇടപെട്ടില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ലെന്നാണ് ആശയുടെ ഭർത്താവ് ബെന്നി പറയുന്നത്. ഭീഷണിയെക്കുറിച്ച് ആശ ആലുവ റൂറൽ എസ്.പിക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. പരാതിക്ക് പിന്നാലെ പറവൂർ പോലീസ് ഇരുകൂട്ടരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സംസാരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ പലിശക്കാർ രാത്രി വീണ്ടും ആശയുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കി. ഇതിൽ മനംനൊന്താണ് ആശ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം പറയുന്നത്. അതേസമയം ആശയ്ക്ക് പണം നൽകി ബിന്ദുവും ഭർത്താവും വീട്ടിലില്ലെന്നാണ് വിവരം. ഇന്നലെ വൈകിട്ടോടെ രണ്ടുപേരും വീട്ടിൽ നിന്ന് പോയെന്നാണ് അയൽവാസികൾ പറയുന്നത്. ആശ ആത്മഹത്യ ചെയ്തതോടെ ഇരുവരും വീട് വിട്ടു പോവുകയായിരുന്നു. സംഭവത്തിൽ പോലീസിനെതിരെയും വ്യാപകമായി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്.